ഹായ് കൂട്ടുകാരെ, സിമിയ വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. രാത്രിയിൽ നല്ല ചക്കയുടെ മണം വന്നു. പ്ലാവിൻ്റെ അടുത്ത് വരെ ഒന്ന് പോയി നോക്കി. അപ്പോൾ അതേ ഒരു ചക്ക പഴുത്ത് കിടക്കുമായിരുന്നു. കയ്യോടെ അതങ്ങ് മുറിച്ചു വീട്ടിലോട്ട് കൊണ്ടുവന്നു. ചേട്ടൻ കത്തി എടുത്തു ചക്ക മുറിക്കാൻ തുടങ്ങി. പഴുത്ത ചക്ക ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് കിട്ടി കേട്ടോ. കുറേ നാളായിട്ട് ഞങ്ങൾ പഴുത്തോ എന്നും പറഞ്ഞുകൊണ്ട് പോയി നോക്കുമായിരുന്നു. ഇന്നലെ ഞങ്ങൾ നോക്കുകയും ചെയ്തില്ല. അപ്പോൾ ഇന്നലെ തന്നെ പഴുക്കുകയും ചെയ്തു. മുറിച്ചപ്പോൾ എൻ്റെ പൊന്നോ, നല്ല മഞ്ഞ ചുള, തീക്കനൽ ചുള പോലെ ഇരിക്കുന്നു. ചേട്ടൻ ചോദിച്ചു രാത്രിയിലായതുകൊണ്ട് ചക്ക മുറിക്കണോ എന്ന്. ഞങ്ങൾക്ക് കൊതി വന്നിട്ട് വയ്യ. ഞങ്ങൾ പറഞ്ഞു മുറിക്കുക, നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. വേനൽക്കാലത്ത് ചക്ക കിട്ടുന്നത് നല്ലതല്ലേ. അപ്പോൾ കൈയോടെ തന്നെ ഞങ്ങൾ ചക്ക അടർത്തുകയും ചെയ്തു. അടർത്തുന്നതൊന്നും പാത്രത്തിൽ കാണുന്നില്ല കേട്ടോ. ഓരോന്നോരോന്ന് പിറക്കി തിന്നുകൊണ്ടിരിക്കുമായിരുന്നു എല്ലാവരും. ചെറിയ ചക്കയാണ്, ഉണ്ടൻ ചക്ക. ഇനി ഒരു 3-4 കൂടി നിൽപ്പുണ്ട് പഴുക്കാനായിട്ട്. അങ്ങനെ എല്ലാം തന്നെ പാത്രത്തിൽ നമ്മൾ അടർത്തിയെടുത്തു. ഇന്ന് മക്കൾക്ക് ഇനി ഫുഡൊന്നും വേറെ വേണ്ട, ചോറൊന്നും കഴിക്കുകയില്ല. ഇന്ന് ഇതാണ് അവരുടെ ആഹാരം. ഇത് കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇന്ന് ഞങ്ങൾക്ക് ഇത് തന്നെ മതി, വേറെ ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത്. അടർത്തിയ ചക്ക മൊത്തം രാത്രി ആയപ്പോഴേക്കും തിന്ന് തീർത്തു എല്ലാവരും കൂടെ ചേർന്ന്. പിന്നെ ചെറുതായിരുന്നല്ലോ, അധികം ഇല്ലാതാനും. ഞങ്ങൾ തന്നെ രാത്രി ഇരുന്ന് എല്ലാം കൂടെ കഴിച്ച് തീർത്തു. നല്ല മധുരം ഉണ്ടോ? നല്ലതാണോടാ? രാവിലെ പറമ്പിലേക്ക് പോയപ്പോഴേക്കും കുറച്ച് നിത്യവഴുതന നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അതും കൂടി പറിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നിത്യവഴുതന കാണുന്നതും. കറി വെച്ച് അങ്ങനെ കൂട്ടിയിട്ടുമില്ല. അപ്പം ഞാൻ നിത്യവഴുതന പറിച്ചു. ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പേര് പോലെ തന്നെ നിത്യവും പറിക്കാവുന്ന ഒരു പച്ചക്കറി തന്നെയാണ് നിത്യവഴുതന. നിത്യവഴുതനയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, പൊട്ടാസ്യം, വിറ്റാമിൻ സി, സൾഫർ, അയൺ തുടങ്ങിയവയും അടങ്ങിയിട്ടുണ്ട്. ഈ കാ കണ്ടിട്ടൊരു ഗ്രാമ്പു പോലെ തോന്നുന്നുണ്ടല്ലേ, പക്ഷെ കായ്ക്ക് വലിപ്പമുണ്ട്, ഗ്രാമ്പൂവിന് വലിപ്പമില്ല. പക്ഷേ ക്ലൗസ് ബീൻസ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ വഴുതനയുടെ ടേസ്റ്റാണ്. നാരുകൾ അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ നമ്മുടെ ശരീരഭാഗം കുറയ്ക്കാൻ സഹായിക്കും. അതിന് നിത്യവഴുതന ഒരു ഉത്തമമാണ്. അപ്പോൾ വീട്ടിൽ ആരെങ്കിലും നിത്യവഴുതന നട്ടിട്ടില്ലെങ്കിൽ നടാൻ ശ്രമിക്കുക. ദിവസവും നമുക്ക് ഈ പച്ചക്കറി പറിച്ച് വല്ല മെഴുക്ക് പുരട്ടിയോ തോരനൊക്കെ വെക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ കറി എന്തായാലും നിത്യവഴുതന മെഴുക്ക് പുരട്ടി തന്നെയാണ്. അപ്പം അധികമൊന്നും കിട്ടിയില്ല, എന്നാലും കുറച്ച് നമുക്കൊരു കറി വെക്കാനുള്ള നിത്യവഴുതന കിട്ടിയിട്ടുണ്ട്. അപ്പം പിന്നെ നോക്കിയപ്പോഴേക്കും കുറച്ച് പച്ചമുളക് കിടക്കുന്ന കണ്ട്, 2-3 ഉള്ളൂ. അപ്പോൾ അതും കൂടെ കൈയോടെ പറിക്കുകയും ചെയ്ത്. അതിലൊരെണ്ണം പഴുത്തു പോയിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അടുത്ത വിത്തിന് നമുക്ക് എടുക്കാം. ബാക്കിയുള്ള പച്ചമുളകെല്ലാം നമ്മൾ പറിച്ചു. നമ്മൾ നട്ട് വളർത്തിയ പച്ചക്കറി നമ്മൾ പറിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണല്ലേ. എനിക്കൊരു പ്രത്യേക സന്തോഷമാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ നട്ട് വളർത്തി പറിച്ചെടുക്കുമ്പം അതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് അല്ലേ. പിന്നെ നോക്കിയപ്പോൾ കുറച്ച് ചീര നിൽക്കുന്നത് കണ്ടു. അതും പറിക്കാറായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അത് പറിച്ചതേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ അത് വളർന്നു. അപ്പം അതും കൈയോടെ പറിച്ചു. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.